ചെയ്യാൻ പോകുന്നത് സെൻസോറിയൽ ഏരിയയിലെ പ്രസന്റേഷൻ ട്രീ ആക്ടിവിറ്റി ആണ്. ഇവിടെ നമുക്ക് ഒരു ട്രേ ഉണ്ട്. ആ ട്രേയിൽ ബേസിക് ഷേപ്സ് ആയിട്ടുള്ള ട്രയാങ്കിൾ, സ്ക്വയർ, സർക്കിൾ ഈ ഷേപ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ 3 കോളംസ് നമുക്ക് ബ്ലാങ്ക് ആയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ പ്രസന്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് പ്രസന്റേഷനിലേക്ക് കിടക്കാം. നമ്മളുടെ റൈറ്റ് സൈഡ് ഹാൻഡിന്റെ 3 ഫിംഗേഴ്സ്, അതായത് ഡൊമിനന്റ് ഫിംഗേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു നോബ് ഉയർത്തിയിട്ടുണ്ട്. ഉയർത്തിയതിനു ശേഷം ഇടത് കൈയുടെ 2 ഫിംഗേഴ്സ് ഉപയോഗിച്ച് ക്ലോക്ക്വൈസ് മെത്തേഡിലാണ് നമ്മൾ ഇതൊന്ന് ട്രേസ് ചെയ്യുന്നത്. ട്രേസ് ചെയ്തതിനു ശേഷം നമ്മളിത് നെക്സ്റ്റ് കോളത്തിലേക്ക് വെക്കുന്നു. അതിനുശേഷം നമുക്ക് വീണ്ടും ഇവിടെ ട്രേസ് ചെയ്യാം. എഗെയിൻ അവിടെ ട്രേസ് ചെയ്തതിന് ശേഷം നമുക്കിത് വീണ്ടും എടുക്കാം. വീണ്ടും നമുക്ക് ഒന്നുകൂടി ട്രേസ് ചെയ്യാം. ട്രേസ് ചെയ്തതിന് ശേഷം ആ ഒരു കറക്റ്റ് പോർഷനിൽ നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം. ഇവിടെ കുട്ടികൾക്ക് നമ്മൾ വേറെ ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. അവർ ആ ഒരു ബേസിക് ഷേപ്പ് ഒന്ന് മനസ്സിലാക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ഏത് ഷേപ്പാണെന്ന് ഇപ്പം തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. ഈ ഒരു ട്രേസിങ് കഴിയുന്നതോടുകൂടി ഈ ഒരു ഫസ്റ്റ് പ്രസന്റേഷൻ ഇവിടെ അവസാനിക്കുന്നു. ഇനി നമുക്കിത് ഷെൽഫിലേക്ക് തിരികെ വയ്ക്കാം. ട്രേയുടെ സെക്കൻഡ് പ്രസന്റേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 3PL ലെസൺ ആണ് വരുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് സെന്ററിലുള്ളത് തന്നെ എടുക്കാം. ട്രേസ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് സെറ്റ് ചെയ്യാം. അഗൈൻ നെക്സ്റ്റ് ഷേപ്പ് എടുക്കാം. ട്രേസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ വയ്ക്കാം. തേർഡ് വൺ ട്രേസ് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റ് ചെയ്യാം. ട്രേ നമുക്ക് വലതുവശത്ത് മുകളിലായിട്ട് സെറ്റ് ചെയ്യാം. ഇനി നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഷേപ്പ് ഏതൊക്കെയാണ് എന്നുള്ളത്. നമുക്ക് ഫസ്റ്റ് ഷേപ്പ് എടുക്കാം. ഇതെടുത്തതിന് ശേഷം സെറ്റ് ചെയ്യുന്നു. സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് ട്രേസ് ചെയ്യുന്നു. ട്രേസ് ചെയ്തതിന് ശേഷം നമുക്ക് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം ദിസ് ഈസ് സ്ക്വയർ. 3 ടൈംസ് ആണ് നമ്മൾ സ്ക്വയർ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. സ്ക്വയർ, സ്ക്വയർ, സ്ക്വയർ. കുട്ടിയുടെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ 3 ടൈംസ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ദെൻ അതിനുശേഷം കുട്ടീനോട് ചോദിക്കാം ക്യാൻ യു സേ സ്ക്വയർ. കുട്ടി സ്ക്വയർ എന്ന് പറഞ്ഞതിന് ശേഷം നമുക്കിത് എടുത്ത് മുകളിലേക്ക് സെറ്റ് ചെയ്യാം. അഗെയിൻ നമ്മൾ വീണ്ടും നെക്സ്റ്റ് വൺ എടുക്കുകയാണ്. വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ട്രേസ് ചെയ്യാം. ദെൻ അതിന് ശേഷം കുട്ടീനോട് പറയാം ദിസ് ഈസ് സർക്കിൾ. 3 ടൈംസ് പറയണം. സർക്കിൾ, സർക്കിൾ, സർക്കിൾ. ദെൻ അതിനുശേഷം നമുക്ക് കുട്ടിയോട് ചോദിക്കാം ക്യാൻ യു സേ സർക്കിൾ. കുട്ടി സർക്കിൾ എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടേക്ക് സെറ്റ് ചെയ്യാം. അഗൈൻ നെക്സ്റ്റ് വൺ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ട്രേസ് ചെയ്യാം. ട്രേസ് ചെയ്തതിനു ശേഷം കുട്ടിയോട് പറഞ്ഞു കൊടുക്കാം ദിസ് ഈസ് ട്രയാങ്കിൾ. 3 ടൈംസ് ആണ് പറയുക. ട്രയാങ്കിൾ, ട്രയാങ്കിൾ, ട്രയാങ്കിൾ. ദെൻ അതിനുശേഷം കുട്ടിയോട് ചോദിക്കാം ക്യാൻ യു സേ ട്രയാങ്കിൾ. കുട്ടി ട്രയാങ്കിൾ എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതെടുത്ത് ഇവിടേക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ 3 പീരിയഡ് ലെസണില് ഫസ്റ്റ് പീരിയഡ് നമ്മൾ കഴിഞ്ഞു. ഇനി സെക്കൻഡ് പീരിയഡിലേക്കാണ് കിടക്കുന്നത്. സെക്കൻഡ് പീരിയഡിലേക്ക് കിടക്കുമ്പോൾ നമ്മളിത് 3 ഇതുപോലെ സെറ്റ് ചെയ്യുക. ഇതിന് ശേഷം കുട്ടിക്ക് കാണിച്ചു കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് കുട്ടീനോട് ചോദിക്കാം ക്യാൻ യു ഷോ മീ സർക്കിൾ. കുട്ടി സർക്കിൾ തൊട്ട് കാണിച്ചതിന് ശേഷം നമുക്ക് അടുത്തത് ചോദിക്കാം ക്യാൻ യു ഷോ മീ ട്രയാങ്കിൾ. ക്യാൻ യു ഷോ മീ സ്ക്വയർ. ദിസ് ഇസ് ദ സെക്കൻഡ് പീരിയഡ്. ഇനി നമുക്ക് തേർഡ് പീരിയഡിലേക്ക് കിടക്കാം. തേർഡ് പീരിയഡിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് ക്യാൻ യു സീ വാട്ട് ഈസ് ദിസ്. കുട്ടിയപ്പോൾ സർക്കിൾ എന്ന് പറയും. ദെൻ അതിനുശേഷം നമുക്ക് ചോദിക്കാം ക്യാൻ യു സീ വാട്ട് ഈസ് ദിസ് സ്ക്വയർ. ക്യാൻ യു സീ വാട്ട് ഈസ് ദിസ് ട്രയാങ്കിൾ.
ഇതോടുകൂടി പ്രസന്റേഷൻ ഇവിടെ കംപ്ലീറ്റഡ് ആണ്. ഇതിനുശേഷം നമുക്കിത് ട്രേയിലേക്ക് തിരികെ വെക്കാം. ട്രേ എടുത്ത് നമുക്ക് ഇവിടേക്ക് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ഷേപ്പ് എടുക്കാം, ട്രേസ് ചെയ്യാം, അകത്തേക്ക് തിരികെ വയ്ക്കാം. സെക്കൻഡ് ഷേപ്പ്, ഇതോടുകൂടി നമ്മുടെ പ്രസന്റേഷൻ കംപ്ലീറ്റഡ് ആണ്. ഇത് നമുക്കിത് തിരിച്ച് ഷെൽഫിലേക്ക് തിരികെ വെക്കാം.